ജമിയ സലഫിയ 30ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ISM സംസ്ഥാന സെക്രട്ടറി നിസാർ ഒളവണ്ണയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രഭാഷകരെ, സുഹൃത്തുക്കളെ, ഈ വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജാമിയ സലഫിയ ക്യാമ്പസുകളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ 30ാം വാർഷിക സമ്മേളനം 2ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബ് അവർകളാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ഈ സമ്മേളന നഗരിയിൽ എത്തുമെന്നാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതിപ്രഗത്ഭമായ 2 പ്രഭാഷണം ബഹുമാന്യനായ ISMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെരീഫ് മേലതിൽ, അതുപോലെ തന്നെ ഉജ്ജ്വല വാഗ്മിയും പ്രഭാഷകനുമായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് റിഷാദ് ഒതായി, MSMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് ചേലേമ്പ്ര തുടങ്ങിയ ആളുകൾ പ്രസംഗിക്കാനുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. നമുക്കറിയാം, ഈ പ്രമേയം യുവത്വം നിർമ്മാണത്തിനുള്ളത് എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന, ജീവിക്കുന്ന യുവജനങ്ങളും വിദ്യാർത്ഥികളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട് എങ്ങോട്ട് പോകണം, ഈ സമൂഹത്തിൻ്റെ ഗതി എങ്ങനെയായിരിക്കണം എന്ന് നിർണയിക്കുന്നതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ നടന്ന പ്രഭാഷണങ്ങളിലൊക്കെയും ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെയും വിദ്യാർത്ഥികളുടെയും ഗതിമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. വിദ്യാർത്ഥി സമൂഹവും യുവാക്കളും വഴിമാറി സഞ്ചരിക്കുന്നു. അവരുടെ ഗതി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അറിയാതെ നീങ്ങിപ്പോകുന്നു എന്നതിലുള്ള ഉത്കണ്ഠയും ആശങ്കയും എൻ്റെ മുമ്പ് സംസാരിച്ച എല്ലാ പ്രഭാഷണങ്ങളിലും നമുക്ക് കേൾക്കാൻ സാധിക്കുകയുണ്ടായി. നമുക്കറിയാം, വിദ്യാർത്ഥികൾ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ അജണ്ട നിർണയിച്ചത് വിദ്യാർത്ഥികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹ്യ രംഗത്തുള്ള അവരുടെ ഇടപെടലുകൾ, രാഷ്ട്രീയ രംഗത്തുള്ള അവരുടെ ഇടപെടലുകൾ, സാംസ്കാരിക രംഗത്തുള്ള അവരുടെ സാന്നിധ്യം എന്നീ തുടങ്ങി എന്തെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളുടെയും കർമ്മശേഷി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ സമരത്തിൻ്റെ പണിപ്പുരയിലാണ്. വിദ്യാർത്ഥി സമരങ്ങൾ കൊണ്ട് മാത്രം, ഇപ്പോൾ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 2 പേജിലായി 2 വാർത്തകൾ വന്നു. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ 2 തരത്തിലുള്ള സമരങ്ങളാണ്. ഒന്ന് നേരത്തെ പരാമർശിക്കപ്പെട്ട കൊച്ചിയിലെ ചുംബന സമരത്തിനെതിരെയുള്ള പ്രതിഷേധം, മറ്റൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം. ഞാൻ സൂചിപ്പിച്ചത് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അവരുടെ കടമയിൽ നിന്ന് പിന്നോട്ട് പോവുകയും അവിടെ മറ്റ് ശക്തികൾ
കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്യുന്ന ഒരു വല്ലാത്ത ദുഷ്കരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് ക്യാമ്പസുകളാണ് ഈ സമൂഹത്തിൻ്റെ ഗതി നിർണ്ണയിച്ചിരുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, നല്ല നല്ല എഴുത്തുകാർ, നല്ല നല്ല പ്രഭാഷകന്മാർ, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ. ഇന്ന് ഭരണത്തിലിരിക്കുന്ന പലരും, ഇന്നലെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുഖ്യമന്ത്രി മുതൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമുള്ള മുഴുവൻ മന്ത്രിമാരും നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കുന്നവരൊക്കെയും ഒരു കാലഘട്ടത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച്, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉജ്ജ്വലരായ എഴുത്തുകാർ, പ്രഭാഷകന്മാർ, സാംസ്കാരിക നായകന്മാർ. നമുക്കറിയാമല്ലോ, മുമ്പൊക്കെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങൾ എഴുതി തുടങ്ങിയ ആളുകളാണ് പിന്നീട് വലിയ എഴുത്തുകാരും അതുപോലെ തന്നെ സാംസ്കാരിക ലോകം കീഴ്മേൽ മറിക്കാൻ മാത്രം പ്രാപ്തമുള്ള അവസ്ഥയിലേക്ക് വളർന്ന് പുരോഗതിയെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ എഴുത്തുകാരില്ല, ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ പ്രഭാഷകരുണ്ടാകുന്നില്ല, ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് സാംസ്കാരിക നായകന്മാരോ രാഷ്ട്രീയക്കാരോ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പൊതുസമൂഹത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് മതപ്രവർത്തനത്തിന് വിഘ്നം ബാധിക്കുമോ, അതല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനത്തിന് എതിരാകുമോ എന്ന തരത്തിലുള്ള പേടിയാണ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തും. എന്നെ ശബ്ദം കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ചെറുപ്പക്കാരികളാണു എന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. രാഷ്ട്രീയം സഹോദരന്മാരെ നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ മതത്തിന് യോജിക്കുന്ന, നമ്മുടെ ആദർശത്തിന് യോജിക്കുന്ന, നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്ന ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകം നിലനിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇടപെടൽ മൂലമാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടാൻ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് നമുക്കറിയാമല്ലോ. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജിയോടൊപ്പം, നെഹ്റുവിനോടൊപ്പം, അതുപോലെ തന്നെ പൂർവികരായ രാജ്യ സ്നേഹികളോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, അന്നത്തെ ആളുകൾ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പല പ്രഗത്ഭരും പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ബോധപൂർവം ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. ചരിത്രം വളച്ചൊടിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ പേരില്ലാതെയാകുന്നു. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് പിന്നിലുള്ള ആളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിം നാമധാരികളുടെ പേര് അപ്രത്യക്ഷമാകുന്ന വിശേഷമായ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ, ഈ നാടിൻ്റെ പുരോഗതിക്കാവശ്യമായ നിർമ്മാണാത്മകമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ, എഴുത്തിൻ്റെ ലോകത്തു നിന്നോ പ്രഭാഷണത്തിൻ്റെ ലോകത്തു നിന്നോ മാറി നിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളും എത്തിപ്പോകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് യുവത്വം നിർമ്മാണത്തിനുള്ളതാണ് എന്ന പ്രമേയത്തിൽ നമ്മൾ വിദ്യാർത്ഥി യുവജന സമ്മേളനം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കഴിവും യുവാക്കളുടെ കഴിവും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കും പുരോഗതിക്കും, ഈ സമുദായത്തിൻ്റെ, ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി തിരിച്ചുവിടാനുള്ള ക്രിയാത്മകമായ ചർച്ചകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിരവധി പ്രഭാഷകന്മാർ നേരത്തെ സൂചിപ്പിച്ചു. ഈ വേദിയിൽ നമുക്ക് അത്യുജ്വലമായ പ്രഭാഷണം നടക്കാറുണ്ട്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം എന്നതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതേ തുടർന്നുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ വിശദീകരണങ്ങളൊക്കെ തുടർന്നുള്ള പ്രഭാഷകന്മാർ നിർവഹിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.